Let's begin the fourth module of calculus of single variable. First topic is area between two curves. We have two areas. Let f of t and g of t be two curves. ഈ curvesന് ഇടയ്ക്കുള്ള ഈ ഏരിയ ഫൈൻഡ് ചെയ്യലാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ബേസിക്സ് മാത്രമേ പറയുന്നുള്ളൂ. സോ ഏരിയ ബിറ്റ്വീൻ ടു കർവ്സിനായി നമ്മൾ ആദ്യം ആ curve എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. Let f of x be the first curve, above curve, g of x be the lower curve. Okay. We have to find the area between these two curves. അപ്പോൾ അതിനാദ്യം ചെയ്യുന്നത് ഫ്രം എ ടു ബി. അതുകൊണ്ട് ഈ കർവിന്റെ ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് ഫ്രം എ ടു ബി അത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഈ എ ടു ബി എന്ന് പറഞ്ഞ ഇന്റർവെലിനെ ഫസ്റ്റ് പാർട്ടീഷൻ ഇൻ ടു ഈക്വൽ സബ് ഇന്റർവെൽസ്. ഇപ്പോൾ x1, x2, x3 എക്സെട്ര xk-1, xk എക്സെട്ര xn അങ്ങനെ n സബ് ഇന്റർവെൽസ് ആക്കി അതിന് പാർട്ടീഷൻ ചെയ്യുന്നു. സോ ഈ ഏരിയ ബിറ്റ്വീൻ these two curves കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ആക്ച്വലി ഇതിനിടയ്ക്കുള്ള നമ്മളിപ്പോൾ പാർട്ടീഷൻ ചെയ്ത് ഈ ഒരു പോർഷന്റെ ഇതുപോലുള്ള സബ് റെക്ടാംഗിൾസിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഈ സബ് റെക്ടാംഗിൾസിന്റെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈ ഏരിയ ബിറ്റ്വീൻ ദ ടു കർവ്സ് കിട്ടും. സോ ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് റീമാൻ സം. നമ്മൾ ശരിക്കും അതാണ് ചെയ്യുന്നത് ഇവിടെ. സോ സിഗ്മ k = 1 to infinity f of ck. Let ck be the evaluation point. ഓരോ സബ് ഇന്റർവെലിൽ നിന്നും എടുക്കുന്ന ഇവാലുവേഷൻ പോയിന്റ് ആയിട്ട് ck ചൂസ് ചെയ്യുക. ഒരു പോയിന്റ് ചൂസ് ചെയ്യുക. ആ പോയിന്റ് ചൂസ് ചെയ്യാൻ there is a ഫോർമുല. നമുക്കത് ഏത് രീതിക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എല്ലാ ഇന്റർവെൽസിനും സെയിം കൈൻഡിൽ അത് ചൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ സിഗ്മ k = 1 to n f of ck minus g of ck delta x, where delta x is the ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ. ഈ ഇന്റർവെലിന്റെ ലെങ്ത് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന ഇന്റർവെലിന്റെ ലെങ്ത് ആണ് ഡെൽറ്റ എക്സ് എങ്കിൽ ദിസ് വിൽ ബി ദി അപ്രോക്സിമേറ്റ് വാല്യൂ. ഓക്കെ. ഈ അപ്രോക്സിമേറ്റ് വാല്യൂവിന് ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലിമിറ്റ് n tends to infinity സിഗ്മ k = 1 to n f of ck minus g of ck delta x is the area. ആ ഒരു ഓരോ സബ് റെക്ടാംഗിൾസിന്റെയും ഏരിയയുടെ സം ആണിത്. സോ as n tends to infinity which will give the area between that two curves. So actually the Riemann sum ന്റെ ലിമിറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. It is actually the integral. So area between the two curves is defined by let f and g be two continuous functions of closed interval ab. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തത് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് എഫ് ആൻഡ് ജി എന്ന് വിചാരിക്കുക. ലെറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഓക്കെ. എഫ് എന്ന് പറയുന്നത് അപ്പർ കർവ് എന്നുള്ള രീതിക്കാണ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ദെൻ ദ ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ ഗ്രാഫ്സ് എഫ് ആൻഡ് ജി between the vertical lines x = a and x = b is given by area equal to integral from a to b f of x minus g of x dx. This is the formula for finding the area between two curves f and g. Actual definition. നമ്മൾ അല്ലാത്ത അപ്രോക്സിമേറ്റ് ഡെഫിനേഷൻ എങ്ങനെയാണ്? സിഗ്മ. ഓക്കെ. നമുക്ക് തന്നിട്ടുള്ളത് ഇതുപോലൊരു ഇവാലുവേഷൻ പോയിന്റ് ഉള്ള രീതിക്കാണ് ക്വസ്റ്റൻ എങ്കിൽ നമ്മൾ ഏത് ഫൈൻഡ് ചെയ്യും? അത് നമുക്ക് എത്ര സബ് ഇന്റർവൽസ് ആക്കണം എന്നുള്ളതൊക്കെ ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് മാത്രമേ ഫൈൻഡ് ചെയ്യുള്ളൂ? അപ്രോക്സിമേറ്റ്ലി ഈ ഒരു റീമാൻ സമ്മിനോട് ഈക്വൽ ആണെന്ന് മാത്രമേ പ്രൂവ് ചെയ്യുള്ളൂ. ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഏരിയ ബിറ്റ്വീൻ ടു കർവ്സിൽ വരുന്ന കുറച്ച് പോർഷൻ ആണ്. ഇഫ് വെദർ g = 0 നമ്മൾ ഗിവൺ എബവ് കർവ് അല്ലെങ്കിൽ ലോവർ കർവ് 0 ആണെങ്കിൽ നമുക്ക് എന്താവും? ഇന്റഗ്രൽ ഫ്രം a to b f of x minus 0 dx ആവും, which is integral a to b f of x dx. ഓക്കെ. ഏരിയ ബിറ്റ്വീൻ ശരിക്കും എക്സ് ആക്സിസ് ആൻഡ് ദി കർവ്. ഇപ്പൊ നമ്മൾ കർവ് ഇങ്ങനെയാണെങ്കിൽ എബവ് കർവ് ഇതാണ്, ലോവർ കർവ് 0 ആണെങ്കിൽ which is x axis. So this is the area between below the curve, area below the curve, which is integral a to b f of x dx actually. അതേപോലെ f of x = 0 ആണെങ്കിൽ integral a to b 0 minus g of x dx, which is minus integral a to b g of x dx. ക്ലിയർ ആ കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നതാണ് ഇപ്പൊ നമ്മൾ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ബിഹൈൻഡ് ദി ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ്? സ്കെച്ച് ദ ഗ്രാഫ്. ഫസ്റ്റ് നമുക്ക് അതിലുള്ള എഫ് ആൻഡ് ജിയുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. Then draw representative rectangles with height f of x minus g of x and with delta x. Delta x is the width of the subinterval. So delta a is approximately delta a is f of x minus g of x into del x. Okay. Then observe that height of the rectangle, which is height of the rectangle f of x minus g of x is the integrand in equation 2. അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്ന ഇതില്ലേ ഈ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്, വിച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ഇന്റഗ്രൽ. ആ ഒരു സബ് റെക്ടാംഗിളിന്റെ ഇന്റഗ്രലിന്റെ ഹൈറ്റ്, സബ് റെക്ടാംഗിളിന്റെ ഹൈറ്റ്. ഓക്കെ. സോ ആക്ച്വലി ദ വാല്യൂ വിൽ ബി ഇന്റഗ്രൽ a to b f of x minus g of x dx. That's it. We have an example. നമ്മൾ എക്സാമ്പിൾ നോക്കാൻ പോവാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ ഗ്രാഫ്സ് y = x² + 2 and y = x - 1
and the vertical lines x equal to -1 and x equal to 2. ഈ vertical lines ആയിരിക്കും അതിന്റെ ലിമിറ്റ് a b. Okay, -1 to നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും കാരണം ചെറുതെന്ന് വലുതിലേക്ക് എടുക്കുക. So -1 to 2 will be the limit. So y equal to x square plus 2 and y equal to x minus 1. We have to identify which is the above curve and which is the lower curve. So first we have to plot these two curves. Let it be f and g എന്നുള്ളത് നമുക്ക് അത് വരച്ച് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ which is f and which is g എന്നുള്ളത്. So y equal to x square plus 2 ന്റെ ഗ്രാഫ് എന്താ? Actually it is a parabola, right? So parabola നമ്മൾ normally plot ചെയ്യുന്ന പോലെ x values y values എടുക്കുന്നു. So x values y values x 0 ആവുമ്പോൾ y യുടെ value will be 2, y 0 ആവുമ്പോൾ x ന്റെ value will be x square is -2. അത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അത് 0 ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ x ന്റെ വാല്യൂ then again 1 ആവുമ്പോൾ y യുടെ വാല്യൂ will be 3. അങ്ങനെ നമ്മൾ രണ്ട് പോയിന്റ് എടുക്കാം. ഒന്ന് രണ്ട് as it is a parabola we have to choose a minimum of 5 points. So 5 points എങ്ങനെയെങ്കിലും പ്ലോട്ട് ചെയ്യുക, അത് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു പരാബോള വരയ്ക്കുക. It will be like this. So then next y equal to x minus 1 എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ. രണ്ടും ലീനിയർ ആയതുകൊണ്ട് വേരിയബിൾ എക്സിലും വൈയുടെയും പവേഴ്സ് 1 ആയതുകൊണ്ട് obviously it is a straight line. So straight line എങ്ങനെ പ്ലോട്ട് ചെയ്യും? സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ആകെ രണ്ട് പോയിന്റ് ഉണ്ട്. again plot the points x y like this. let x 0 ആവുമ്പോൾ y എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. x 0 ആവുമ്പോൾ y will be -1, y 0 ആവുമ്പോൾ x will be 1. So 0 -1 എന്നുള്ള പോയിന്റ് 0 -1 എന്നുള്ള പോയിന്റ് 1 0 എന്നുള്ള ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ is y equal to x minus 1. So and the between the vertical lines, അപ്പോൾ എന്തും കൂടി വരയ്ക്കുക, x equal to -1 എന്ന vertical line and x equal to 2 എന്ന് പറഞ്ഞ vertical line പ്ലോട്ട് ചെയ്യുക, ഇതിനിടയ്ക്കുള്ള റീജിയൻ മാർക്ക് ചെയ്യുക. സോ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിനിടയ്ക്കുള്ള ഏരിയ മാത്രമേ കണ്ടുപിടിക്കേണ്ടൂ. സോ y equal to x square plus 2. അപ്പോൾ ഏതായിരിക്കും f ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്? above curve will be f will be the parabola and the lower curve g will be the straight line. So delta is f of x minus g of x del x, which is x square plus 2 minus x minus 1 del x. Del x എന്താ എടുക്കുന്ന? ആക്ച്വലി ഇതെന്താ? ഇന്റഗ്രൽ a to b f of x minus g of x dx. ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടില്ല? ഇവാലുവേഷൻ പോയിന്റോ അല്ലെങ്കിൽ റേമാൻ സം യൂസ് ചെയ്യണോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ -1 to 2 f of x minus g of x എന്താ? x square minus x plus 3 dx. നോർമൽ ഇന്റഗ്രേഷൻ x square ഇന്റഗ്രൽ x cube by 3, x ന്റെ ഇന്റഗ്രൽ x minus x square by 2 plus 3 യുടെ ഇന്റഗ്രൽ 3x. ഫ്രം -1 to 2 upper limit minus lower limit ഫൈനൽ ആൻസർ എഴുതുന്നു. Is that clear? Next same kind of problem. Find the area between the regions y equal to 2 minus x square and y equal to -x. Okay. So first we make a sketch. ആദ്യം എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന പോർഷൻ പ്രോബ്ലം ഒന്ന് വരച്ചിടുക. So we have to find the curve y equal to 2 minus x square is again a parabola. Y equal to -x is a straight line. So draw these parabola and a straight line. So y equal to 2 minus x square എങ്ങനെ വരയ്ക്കണം? ഇതേപോലെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക. സോ മിനിമം ഒരു 5 പോയിന്റ്സ് എങ്കിലും മാർക്ക് ചെയ്യുക. അതായത് ആക്സിസിന്റെ രണ്ട് സൈഡിലുമായിട്ട് 5 പോയിന്റ്സ് ഈച്ച് മാർക്ക് ചെയ്യുമ്പോൾ 3 or 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആക്ച്വൽ curve. So ഏതായിരിക്കും അപ്പർ കർവ്? നമുക്ക് ഫിഗർ വരച്ച് വരുമ്പോൾ മനസ്സിലാവും which is f which is g എന്നുള്ളത്. So here f is 2 minus x square and g is y equal to -x. Okay, ഇത് ജോയിൻ ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ there is no vertical line. ഏത് രണ്ട് വെർട്ടിക്കൽ ലൈൻ അകത്താണെന്നുള്ളത് ഹിയർ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ എങ്ങനെ ചെയ്യും? ഏതാണ് ഇവാലുവേഷൻ ആ ഒരു കോയിൻസിങ് പോയിന്റ്, അതായത് അത് ഇന്റർസെക്ടിങ് പോയിന്റ് ഏതാ? ഈ ഒരു സ്ട്രെയിറ്റ് ലൈനും ഈ പരാബോളയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ്. സോ അതിനെന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. രണ്ടും ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിന്റെയും ഇക്വേഷൻ അറ്റ് എ ടൈം സാറ്റിസ്ഫൈ ചെയ്യാൻ അർത്ഥം. സോ നമ്മൾ ഇവിടെ എടുക്കുന്ന 2 - 2 അല്ലെങ്കിൽ 1 - 1 എങ്ങനെ കിട്ടിയതാ? പരാബോളയുടെ ഇക്വേഷൻ ആയ 2 minus x സ്ക്വയറും straight line equation ആയ -x കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് 2 minus x square equal to -x, which implies x square minus x minus 2 equal to 0, which is x plus 1 into x minus 2 equal to 0. അല്ലെങ്കിൽ -b plus or minus കണ്ടുപിടിച്ചാൽ മതി. വാല്യൂ will be -1 and 2. So x -1 ആവുമ്പോൾ y will be 1. അപ്പോൾ -1 1. x 2 ആവുമ്പോൾ y will be -2. So 2 minus 2 പോയിന്റ്സ് ഇങ്ങനെ കിട്ടിയത് മനസ്സിലായോ? സോ ഇന്റർസെക്ടിങ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇത് സ്ട്രെയിറ്റ് ലൈൻ y equal to -1, ഇത് സ്ട്രെയിറ്റ് ലൈൻ x equal to -1, x equal to 2. Clear? So നമ്മൾ എടുക്കുന്ന വേരിയേഷൻ ഫ്രം -1 to 2. -1 to 2 f of x minus g of x is -x square plus x plus 2 dx. Integration -x cube by 3 plus x square by 2 plus 2x from -1 to 2. upper limit 2 കൊടുക്കുമ്പോൾ വാല്യൂസ് എഴുതുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വാല്യൂസ് എഴുതുക, ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് പ്രോബ്ലം. Find the area between same kind of problem. തന്നിരിക്കുന്ന പ്രോബ്ലം എപ്പോഴും ഇതേപോലെ പരാബോള ആവണമെന്നില്ല കേട്ടോ.
ഫിഗർ ഐഡന്റിഫൈ ചെയ്യുക. ഫിഗർ ഇപ്പൊ പരാബോള ആണെന്ന് മനസ്സിലായിട്ടൊന്നും ഇല്ലെങ്കിലും മോസ്റ്റ്ലി പരാബോള ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക. വൺ വിൽ ബി ഇൻ എ പവർ 1 ആൻഡ് അനദർ വിൽ ബി ഇൻ എ പവർ 2. ഒന്നിന്റെ പവർ 2ഉം ഒന്നിന്റെ പവർ 1ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഒബ്വിയസ്ലി പരാബോള ആയിരിക്കും മോസ്റ്റ്ലി. ഓക്കെ, അപ്പൊ നമുക്ക് അത് വരച്ചു നോക്കാം. x equal to y square എന്ന് റൈറ്റ് ഓപ്പൺ പരാബോള വിച്ച് ഈസ് ദ റൈറ്റ് ഓപ്പൺ പരാബോള ആൻഡ് y equal to x minus 2 എന്ന സ്ട്രേറ്റ് ലൈൻ ഇവിടെ ഉണ്ട്. അത് വരച്ചു കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അതും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇല്ല. ഫ്രം വിച്ച് ടു വിച്ച്, അല്ലെങ്കിൽ ഏത് പോയിന്റ് ടു ഏത് പോയിന്റ് എ ടു ബി ആ ലിമിറ്റ് തന്നിട്ടില്ല. സോ നമുക്ക് അത് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം, ഇന്റർസെക്ടിങ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇന്റർസെക്ടിങ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ഇക്വേറ്റ് ചെയ്യുന്നു, രണ്ട് സൈഡും ഇക്വേറ്റ്. ഇവിടെ x equal to y square, ഇവിടെ എന്തുണ്ട് y equal to x minus 2. അപ്പൊ രണ്ടും നമുക്ക് y ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. y ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ റൂട്ട് എടുക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് നോട്ട് മച്ച് ഈസി. സോ നമ്മൾ എന്ത് ചെയ്യും, x ഈക്വൽ ടു ചെയ്താൽ പോലെ രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയാലും മതി. സോ y ഈക്വൽ ടു y square minus 2 which is y square minus y minus 2 equal to 0. That is y plus 2 into y minus 2 equal to 0. Again y equal to minus 1 and 2 or minus b plus or minus root of b square minus 4ac by 2a. ആ ഫോർമുല യൂസ് ചെയ്താലും മതി. ഓക്കെ, സോ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെയാ, -1 to 2 വരെ. നമുക്ക് അല്ലാതെ എങ്ങനെ ചെയ്യാം, പറ്റാ, എഫ് ഓഫ് എക്സ് ഉണ്ട്, ഇവിടെ ജി ഓഫ് എക്സ് ഉണ്ട്. ഇൻ ടേംസ് ഓഫ് എക്സിൽ ആക്കേണ്ടതുകൊണ്ട് നമുക്ക് ഇതിനെ y ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് ആക്കേണ്ടി വരും. y ഈക്വൽ ടു നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാ ചെയ്യണേ, അല്ലെ, വേരിയബിളും ഇന്റഗ്രേഷൻ ഒക്കെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് y ഈക്വൽ ടു സംതിങ്, y ഈക്വൽ ടു സംതിങ്. ഇത് ഓൾറെഡി y ഈക്വൽ ടു x minus 2 ഫോമിലാണ്, ദാറ്റ്സ് ഫൈൻ. ഹിയർ y ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ള ഫോമിലേക്ക് ആക്കണം. y ഈക്വൽ ടു റൂട്ട് എക്സ്, കാരണം ഇത് എന്തുകൊണ്ടാ എബവ് സൈഡിൽ വരുന്നുണ്ട്. സോ y ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും, എഫ് ഓഫ് എക്സ് ആയിട്ട് റൂട്ട് എക്സും ലോവർ കർവ് ആയിട്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ വേണം. അതായത് ഈ ഒരു കർവ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ തൊട്ട് ഇവിടം വരെ എടുക്കുമ്പോൾ അപ് ടു ദിസ് ഈ ഒരു സ്റ്റേജ് വരെ ലോവർ കർവ് ഏതാ, മൈനസ് റൂട്ട് എക്സ്. അല്ല, ഇത് റൂട്ട് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞ കർവ്. അതിന്റെ അപ്പർ കർവ് വിൽ ബി എക്സ് ആക്സിന്റെ എബവ് കർവ് വിൽ ബി y ഈക്വൽ ടു പ്ലസ് റൂട്ട് എക്സ് ആൻഡ് ലോവർ കർവ് വിൽ ബി y ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സ്. ക്ലിയർ? സോ നമ്മൾ ഈ അപ്പർ കർവ് ഇവിടെ തൊട്ട് ഇവിടം വരെ 0 to 1 എടുക്കുമ്പോൾ അപ്പർ കർവ് റൂട്ട് എക്സും ലോവർ കർവ് മൈനസ് റൂട്ട് എക്സും. കാരണം ഇവിടെ സ്ട്രേറ്റ് ലൈൻ വരച്ച് നോക്കിയാൽ മതി, അത് എവിടെ ടച്ച് ചെയ്യുന്നത്, മൈനസ് റൂട്ട് എക്സ് ടു റൂട്ട് എക്സ്. പക്ഷെ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാലോ, ലോവർ കർവ് ടച്ച് ചെയ്യുന്നത് എവിടെയാ, ലോവർ കർവ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈനും അപ്പർ കർവ് റൂട്ട് എക്സിലും. കാര്യം മനസ്സിലായോ? സോ നമുക്ക് എവിടെ തൊട്ട് സ്പ്ലിറ്റ് ചെയ്യണം, നമ്മൾ അതിൽ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ആ റേമാൻ സെമ്മിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എവിടെ തൊട്ട് എവിടെ വരെയാ, 0 to 1 വരെ ലോവർ കർവ് വിൽ ബി മൈനസ് റൂട്ട് എക്സ്, അപ്പർ കർവ് വിൽ ബി റൂട്ട് എക്സ്. അതായത് g വിൽ ബി മൈനസ് റൂട്ട് എക്സ് ആൻഡ് f വിൽ ബി റൂട്ട് എക്സ്. ഫ്രം 1 to 4 അല്ലെ, 1 to 4 വരെ എങ്ങനെയാ, ലോവർ കർവ് വിൽ ബി ദ സ്ട്രേറ്റ് ലൈൻ ആൻഡ് ദ അപ്പർ കർവ് വിൽ ബി ദ റൂട്ട് എക്സ്. സോ നമുക്ക് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 0 to 1 and 1 to 4. okay, 0 to 1 and 1 to 4. ഫംഗ്ഷൻ എന്താ, ഫംഗ്ഷൻ f of x minus g of x. ഇവിടെ f of x എന്താ, ഇവിടെ അപ്പർ കർവിൽ f of x എന്താ, f of x റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് എക്സ് മൈനസ് g of x എന്താ, ലോവർ കർവിൽ റൂട്ട് എക്സ് എന്താ, റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ്. കറക്റ്റ്, ലോവർ കർവ് മൈനസ് റൂട്ട് എക്സ്, സോ 2 റൂട്ട് എക്സ്. അപ്പൊ ഇവിടെ വരുന്ന ഫംഗ്ഷൻ 2 റൂട്ട് എക്സ് ആയിരിക്കും. റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷൻ ഏതാ, അപ്പർ കർവ് റൂട്ട് എക്സ് മൈനസ് ലോവർ കർവ് സ്ട്രേറ്റ് ലൈൻ എക്സ് മൈനസ് 2. അപ്പം 1 to 4 എടുക്കുമ്പോൾ ഇതായിരിക്കും നമ്മുടെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. 0 to 1 എടുക്കുമ്പോൾ ദിസ് ഇസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. സോ എടുക്കും 2 ഇന്റഗ്രൽ 0 to 1. ഈ 2 റൂട്ട് എക്സ് വരാം. അപ്പൊ 2 റൂട്ട് എക്സ് എടുക്കുമ്പോൾ 2 പുറത്തെടുത്തു, 2 ഫ്രം ഇന്റഗ്രൽ 0 to 1 റൂട്ട് എക്സ് ഡി എക്സ്. 0 to 1 എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിന്റെ വാല്യൂ 2 റൂട്ട് എക്സ്. 1 to 4 എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിന്റെ വാല്യൂ റൂട്ട് എക്സ് മൈനസ് എക്സ് പ്ലസ് 2. ക്ലിയർ? സോ അതൊന്ന് സബ്ട്രാക്ട് ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തു. റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ എന്താ, എക്സ് റേസ് ടു 3/2/3/2 അല്ലെ, എക്സ് റേസ് ടു 1/2ന്റെ ഇന്റഗ്രൽ എന്താ, എക്സ് റേസ് ടു 3/2/3/2. അതേപോലെ ഇവിടെയും എക്സ് റേസ് ടു 3/2/3/2. എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. 2 ഇന്റെ ഇന്റഗ്രൽ 2x. പിന്നെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുന്നു, വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇസ് എ ക്ലിയർ? ഇതേ ചെയ്ത കാര്യം നമ്മൾ ഇപ്പൊ ചെയ്ത ഒട്ടും മുന്നേ കാര്യം ചെയ്തത് നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്തില്ലേ? അതായത് 0 to 1 വരെ ഒന്ന് ചെയ്തു, 1 to 4 വരെ അഗെയിൻ ചെയ്തു. സോ ദർ ഇസ് എ കോംപ്ലിസിറ്റി ഇൻ ദിസ് പ്രോബ്ലം ഇഫ് വി ട്രീറ്റ് ഇറ്റ് ആസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് നമ്മൾ തന്നിട്ടുള്ള പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്, റൈറ്റ്? സോ അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, y ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എക്സ് ആക്സിന് നമ്മൾ y ആക്സിന് പാരലൽ ലൈൻ വരയ്ക്കും. എന്നിട്ട് എവിടെ തൊട്ട് എവിടെ വരെ ലിമിറ്റ് നോക്കും. സോ അതിന് പകരം എന്ത് ചെയ്യും, എക്സ് ആക്സിന് പാരലൽ ഇങ്ങനെ ലൈൻ വരയ്ക്കും. ഇത് എവിടെ ലൈൻ വരച്ചാലും ലോവർ ലിമിറ്റ്, ലോവർ കർവ് അപ്പർ കർവ് എന്തായിരിക്കും, വ്യത്യാസം വരുന്നില്ല. കണ്ടോ,
എവിടെ സ്ട്രേറ്റ് ലൈൻ വരച്ചാലും ഇതിന് ലോവർ കർവും അപ്പർ കർവും മാറുന്നില്ല. അപ്പൊ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചൂസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് ഇതാണ് കർവ്. നമുക്ക് ഇതേ പ്രോബ്ലം ഒന്നുകൂടി ചെയ്യാം. അത് നമുക്ക് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. സോ ഇതാണ് രണ്ട് കർവ്. സോ റൈറ്റ് കർവിനെ എഫ് ആയിട്ട് ചൂസ് ചെയ്യുക. റൈറ്റ് കർവിനെ എഫ് ആയിട്ട് ചൂസ് ചെയ്യുക. ഇത് ഫ്രം സി ടു ഡി സ്ട്രേറ്റ് ലൈൻസ്, സി ടു ഡി. ഓക്കെ, സോ ഫ്രം റൈറ്റ് കർവ് എഫ് ആയിട്ടും ലെഫ്റ്റ് കർവ് ജി ആയിട്ടും ചൂസ് ചെയ്യുന്നു. സോ ഇന്റഗ്രൽ ഇതേപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. വൈ എക്സ് ചേഞ്ചസ് ടു വൈ. സോ എഫ് ഓഫ് വൈ ആയിരിക്കും അവിടെ റൈറ്റിലുള്ള കർവ് ആയിരിക്കും അപ്പർ കർവ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. റൈറ്റ് കർവ് വിൽ ബി അപ്പർ കർവ്. ഓക്കെ, സോ നമുക്ക് ശരിക്കും ഈ ഫിഗർ ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ മതി, ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്ത് നോക്കിയാൽ മതി. സോ ഡെൽറ്റ എ ഇസ് എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് ഐ ഡെൽ വൈ. വ്യത്യാസമൊന്നുമില്ല, ഫ്രം സി ടു ഡി അത് തന്നെയാണ്. ഇന്റഗ്രേഷൻ ഇങ്ങനെയാവും, സി ടു ഡി എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് ഐ ഡി വൈ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ ഇന്റഗ്രേഷന്റെ വേരിയബിൾ മാറുന്നതനുസരിച്ചിട്ട് ലിമിറ്റ് ചേഞ്ച് ആവും. സോ ഫൈൻ ദ എബവ്. ഇതേ പ്രോബ്ലം നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഇതേ കൈൻഡ് ഓഫ് പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്ത് നോക്കാം. ഓക്കെ, വൈയിൽ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഒക്കെ എന്താവും, എക്സ് ഈക്വൽ ടു സംതിങ്, എക്സ് ഈക്വൽ ടു സംതിങ് ആക്കണം. എങ്ങനെ ചെയ്യേണ്ടത്, എക്സ് ഈക്വൽ ടു സംതിങ്. കാരണം നമ്മൾ അവിടെ ചെയ്തപ്പോൾ വൈ ഈക്വൽ ടു ആയിരുന്നപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്തു. അപ്പൊ ഇനി എന്താ, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു ഫോമിലേക്ക് ആക്കണം. സോ ഈ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയാവും, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ടു. ശരിയല്ല, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ടു. ഇവിടെ ആകുമ്പോൾ ഓൾറെഡി എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ടു ഉണ്ട്, എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഫ് ഓഫ് ഏതാ അപ്പർ കർവ് ഏതായിട്ട് ചൂസ് ചെയ്യാം, റൈറ്റ് കർവ്. റൈറ്റ് ഏതാ കർവ്, സ്ട്രേറ്റ് ലൈൻ. എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ടു. അപ്പൊ അപ്പർ കർവായിട്ട് വൈ പ്ലസ് ടുവും ലോവർ കർവായിട്ട് വൈ സ്ക്വയറും ചൂസ് ചെയ്യുക. അപ്പൊ എങ്ങനെയാവും, ഫ്രം ദി ഇന്റഗ്രൽ മൈനസ് 1 to 2. വൈയുടെ വേരിയേഷൻ എങ്ങനെയാ, വൈയുടെ എവിടുന്ന വേരിയേഷൻ, ഇവിടെ തൊട്ട് ഇവിടം വരെ -1 നിന്ന് 2 വരെ വൈയുടെ മാക്സിമം വേരിയേഷൻ. എങ്ങനെ വേരിയബിൾ കണ്ടുപിടിക്കാൻ മനസ്സിലായോ? ഓക്കെ, എങ്ങനെയാ ഈ ലിമിറ്റ് കിട്ടിയത് മനസ്സിലാവുന്നുണ്ടോ? ഈ -1 to 2 എടുക്കുന്ന സമയത്ത് ഇത് എവിടെയാണ് ഇന്റർസെക്ടിങ് പോയിന്റ് എന്നുള്ളത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് ഇവാലുവേഷൻ പോയിന്റ് ഇവാലുവേറ്റ് ചെയ്യുക. അല്ല സോറി, ഇന്റർസെക്ടിങ് പോയിന്റ് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ആ പോയിന്റ് എവിടെയാ, -1. വൈയുടെ വാല്യൂ -1 നിന്ന് 2 വരെ. എക്സിന്റെ വേരിയേഷൻ ആണെങ്കിൽ 0 to 4 ആയിരുന്നു. സോ വൈയുടെ വേരിയേഷൻ -1 to 2. സോ -1 to 2 എടുത്താലും വൈയുടെ വേരിയേഷൻ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സെയിം തന്നെയാണ്. എവിടുന്ന് അപ്പർ കർവായിട്ട് റൈറ്റ് കർവ് വൈ പ്ലസ് ടു എടുക്കുക, ലോവർ കർവായിട്ട് ലെഫ്റ്റ് കർവായിട്ടുള്ള വൈ സ്ക്വയർ എടുക്കുക. എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല, സിംഗിൾ സ്റ്റെപ്പിൽ ആൻസർ കഴിഞ്ഞു. അവിടെയാണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണമായിരുന്നു. ഇറ്റ് ഈസ് ഒരു സില്ലി കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഇത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസിയർ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന കേർവ്സ് ഇന്റർസെക്ട് ചെയ്താലോ, ഇന്റർവൈൻ ചെയ്ത് കിടക്കുകയാണെങ്കിലോ, ലൈക്ക് ദിസ്. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ, അപ്പർ കർവും ലോവർ കർവും തമ്മിൽ ഇന്റർസെക്ഷൻ ഒന്നും വന്നില്ല. ഇന്റർസെക്ഷൻ വന്ന സമയത്ത് നമ്മൾ ആ ലിമിറ്റ് ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ. പക്ഷെ ഹിയർ ഇന്റർവൈൻ ചെയ്തെടുക്കാം, മൾട്ടിപ്പിൾ ഇന്റർസെക്ഷൻസ് ഉണ്ട്. സോ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും, എല്ലാ കേർവ്സിലും ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് ഇടും. ആ ഇന്റർസെക്ടിങ് പോയിന്റ് ഒരു ബ്രേക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അപ്പർ കർവ് ലോവർ കർവ് ചൂസ് ചെയ്യും. സോ എ ടു സി നോക്കിയേ, എ ടു സിയിൽ നമ്മൾ ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഇന്റർസെക്ഷൻ വരച്ചു. എ ടു സിയിൽ അപ്പർ കർവ് ഏതാ, ഇതേതാ എഫ്. ഇവിടെ ലോവർ കർവ് ഏതാ ജി. സോ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു സി പ്ലസ്. ഇനി സി ടു ഡി എടുത്താലോ, സി ടു ഡി കൺസിഡർ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ദ ലോവർ അപ്പർ കർവ്, ജി ഇസ് ദ അപ്പർ കർവ് ആൻഡ് എഫ് ഇസ് ദ ലോവർ കർവ്. സോ ഇന്റഗ്രൽ സി ടു ഡി എടുക്കുമ്പോൾ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എടുക്കണം. കാര്യം മനസ്സിലായിട്ടുണ്ടോ? അഗെയിൻ ഇവിടുന്ന് ഡി ടു ബി എടുക്കുന്ന സമയത്ത് അഗെയിൻ എഫ് ഇസ് ദ അപ്പർ ആൻഡ് ജി ഇസ് ലോവർ വൺ. സോ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. അതിന്റെ സം ആയിരിക്കും ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഏരിയ ബിറ്റ്വീൻ ദീസ് ടു കർവ്സ്, ഇന്റർവൈൻ ചെയ്തെടുക്കുന്ന ഇതുപോലുള്ള രണ്ട് റീജിയൻസിന്, രണ്ട് കർവ്സിന് ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ? സോ അങ്ങനെ ഇന്റർവൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോർമുല, ഒരു ഇത് നോക്കാം. ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് y ഈക്വൽ ടു cos x ആൻഡ് y ഈക്വൽ ടു 2/π x മൈനസ് 1. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ y ഈക്വൽ ടു cos x ന്റെ ഗ്രാഫ് നമുക്കറിയാം, അത് വരയ്ക്കണം ആസ് എ വേവി സ്ട്രക്ചർ. സോ അതേപോലെ y ഈക്വൽ ടു 2/π x മൈനസ് 1 എന്ന് പറഞ്ഞ കർവ് വരയ്ക്കണം. ഈ 2/π x മൈനസ് 1 സ്ട്രേറ്റ് ലൈൻ അല്ലേ. അപ്പൊ എക്സിന് വാല്യൂസ് എടുക്കുന്ന ഒരു 2/π കോൺസ്റ്റന്റ് എന്ന് വിചാരിച്ചാൽ മതി, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അതിൽ. സോ അതിൽ എക്സിന് വാല്യൂ എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് 0 ആകുമ്പോൾ എങ്ങനെ കിട്ടുക, എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1. സോ 1 0 എന്ന് പറഞ്ഞ പോയിന്റ് വരും, 1 0 -1 എന്നുള്ള പോയിന്റ് വരും. അതേപോലെ y 0 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താ, π/2 അല്ലെ. ഇപ്പൊ π/2, ഇപ്പൊ π/2 0 എന്ന് പറഞ്ഞ പോയിന്റ് വരും. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, അതാണ് സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ x ഈക്വൽ ടു 0 ടു x ഈക്വൽ ടു π അതും തന്നിട്ടുണ്ട്. അപ്പൊ x ഈക്വൽ ടു 0 വരയ്ക്കുക, x ഈക്വൽ ടു π എന്ന് പറഞ്ഞ സ്ട്രേറ്റ് ലൈനും വരയ്ക്കുക. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ,
നമുക്ക് ഈ തന്നിട്ടുള്ള ഏരിയയിൽ ഈ രണ്ട് റീജിയൻ ഏരിയ ബിറ്റ്വീൻ ദീസ് ടു കർവ്സ് നമ്മളിത് ശരിക്കും ഇന്റർവൈൻ്റെ കേസാണ്. അതായത് 0 to π/2 എടുക്കുമ്പോൾ cos x ആണ് അപ്പർ കർവ്, ഈ സ്ട്രെയിറ്റ് ലൈൻ ലോവർ കർവ്. പക്ഷേ π/2 to π എടുക്കുമ്പോൾ അപ്പർ കർവായിട്ട് സ്ട്രെയിറ്റ് ലൈനും ലോവർ കർവായിട്ട് cos x വരും. കാര്യം മനസ്സിലായോ? അതാണ് ഈ കേസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഒരുമിച്ച് 0 to π എടുത്ത് ചെയ്യാൻ പറ്റില്ല. സോ 0 to π/2 ആകുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും മാറ്റി എഴുതാം. 0 to π/2 എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് cos എക്സും ജി ഓഫ് എക്സ് ആയിട്ട് 2/π(x−1) എടുക്കുക. തിരിച്ച് പ്ലസ് അതേപോലെ രണ്ടും ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്താലും മതി. ഇതിന്റെ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കണം. A1 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോർഷൻ ഏരിയ മാത്രം കണ്ടുപിടിക്കുക, പിന്നെ ഈ പോർഷൻ ഏരിയ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക, അങ്ങനെ ചെയ്തിരിക്കണം. ഒരേ സ്റ്റെപ്പിലും ചെയ്യാം. പ്ലസ് π/2 to π എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുമിച്ച് എഴുതാം. ഓക്കെ, cos x മൈനസ് ഇത് എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ ചെയ്യാം. 2/π കോൺസ്റ്റന്റ്, എക്സിന്റെ ഇന്റഗ്രൽ x²/2, cos x ഇന്റഗ്രൽ sin x, 1 ഇന്റഗ്രൽ x ഫ്രം ദ ലിമിറ്റ് 0 to π/2. പിന്നെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ദെൻ സെക്കൻഡ് കർവ് എന്ന് പറയുമ്പോൾ π/2 to π എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ജി ഓഫ് എക്സ് ആണ് അപ്പർ കർവ് വരെ, എഫ് ഓഫ് എക്സ് ലോവർ കർവ്. അപ്പൊ എങ്ങനെയാവും, ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാവും. ക്ലിയർ? സോ അവിടെ 2/π(x−1) മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ cos x. ക്ലിയർ അല്ലേ? അപ്പൊ ഏരിയ എങ്ങനെ വരും, A1 + A2 രണ്ടും കൂടി ആഡ് കിട്ടിയ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നെക്സ്റ്റ് ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസ്. നമ്മൾ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് 7 times അതിന്റെ ഒറിജിനൽ ലെങ്തിനേക്കാളും 7 times സ്ട്രെച്ച് ചെയ്യാണ്. ശരിക്കും ആക്ച്വലി ഇത് ഫിസിക്സിലെ കേസാണ് വരുന്നത്. സോ ആ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിന് ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കണം. സോ നമുക്ക് ലാസ്റ്റ് ആ പ്രോസസ്സിനെ ലാക്ക് ഓഫ് കോയിൻസിഡൻസ് ഓഫ് ദ കർവ്സ് ഓഫ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് സ്ട്രെസ്, അതിനെയാണ് വിളിക്കുന്നത്. ഇത് ചോദിക്കാം കേട്ടോ, നമുക്കിത് മാത്സിലെ ടേം അല്ലെങ്കിൽ കൂടിയും ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസ് എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ പ്രോബ്ലം ഇങ്ങനെ എഴുതാം, നമുക്കിതൊന്നും തരില്ല, ഈ കാര്യങ്ങളൊന്നും തരില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ഫിഗർ വരയ്ക്കുക. നമുക്ക് അതിൽ ഒരു റബ്ബറിനെ, ഒരു വൾക്കനൈസ്ഡ് റബ്ബറിനെ എന്ത് ചെയ്യുക, 7 times അതിന്റെ ഒറിജിനൽ ലെങ്ത്തിന് 7 times ഇങ്ങനെ സ്ട്രെച്ച് ആൻഡ് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് എടുത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് റിമൂവ് ചെയ്യണം. അതിന്റെ ഒറിജിനൽ ലെങ്ത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന്റെ സ്ട്രെയിൻ ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനത്തെ ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ നമുക്ക് വേണ്ടത് അതിനിടയ്ക്കുള്ള ഏരിയ ആണ്. സോ തന്നിട്ടുള്ളത് ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചോളൂ കേട്ടോ. 0 to 700 വരെ തന്നെയാണ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. സോ ഇതാണ് അതിന്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എഫും ജിയും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അത് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടണേ. ഇതൊന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്താണ് ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസ് എന്നുള്ളതൊന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, താങ്ക് യു.